എടാ ഞാൻ പണം അടച്ചിരിക്കുക. തൽക്കാലം പറ്റത്തില്ലോ സാറേ, ഒരു 2 മണിക്കൂർ എനിക്ക് ഇവിടെ ഇരുന്നേ പറ്റൂ. എടാ എടാ, എന്റെ വയറ്റ് തടിക്കാൻ വന്നിരിക്കാണോ? ഇത് കേസ് മറ്റേതാണല്ലേ? താൻ ഇവിടത്തുകാരനല്ല അല്ലേ? വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒളിക്കാണോ? ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിനെ പറ്റണോ? പോലീസോ? ഇവിടെയോ? ഇത് കണ്ടോ, ഒരുത്തനെ ഇപ്പം സൂപ്പാക്കിയതേ ഉള്ളൂ. താന് താങ്ങോ? തന്തയ്ക്ക് പോകാത്തവനെ. എടോ, തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോന്നു, വെറുതെ നിൽക്കുന്നു. നാണമില്ലേ തനിക്ക്? ഇല്ല, ഞാനതാണല്ലോ. ആ മോന്ത കണ്ടില്ലേ? കേറി വന്നിരിക്കുന്നു, നായ വൈക്കോല് കയറി കിടക്കുന്ന മാതിരി എന്റെ വഴപ്പ് മുട്ടിക്കാൻ. നിർത്ത്. ഈ 2 മണിക്കൂറിൽ നീ എന്തോ സമ്പാദിക്കും? എന്താ നിന്റെ റേറ്റ്? 300. 300? ഒരു 0 എടുത്ത് മാറ്റിക്കോ. അത് പറ. 50 ഉണ്ട്. ഇതൊന്നും വേണ്ട, ഞാനൊന്നുമില്ല. വെറുതെ അവിടെ ഇരുന്നാ മതി. 2 മണിക്കൂർ കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കൊള്ളാം. എന്തിനു ഞാൻ ചുമക്ക് ചാകാൻ പോകുന്നേ? ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രമാണോ തന്നിട്ട് പോകുന്നത്? മാലതി, ഇതെന്താ 20 വീണ്ടും പിടിച്ചത് പോകരുതിട്ട്? എടോ, എന്റെ തൊഴിൽ മാനം വിറ്റ് ജീവിക്കുന്നതാണ്. പക്ഷേ ദാനത്തിന് ഞാൻ കൈ നീട്ടാറില്ല. താൻ കൊണ്ടുപോണോ തന്റെ കാശ്? കൊണ്ടുപോയി തടിയൊക്കെ നന്നാക്കിട്ട് വാ. എടോ വേ, തന്റെ തൊഴിലെന്താ? എന്റെ ജോലിയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. ഒരു വിരൽ വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 0 കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 0 കൂടെ, ഒരാളിനെ വെട്ടണമെങ്കിൽ കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. ആ പോലീസുകാരൻ ശങ്കരപ്പിള്ള വന്നിരുന്നു. അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ? അച്ഛനിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ടല്ലോ മോളെ. എന്താ കാര്യം? അച്ഛാ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്. നീ അവിടെ വരാൻ പാടില്ല. എന്നാ ശരി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താച്ചാ. 10 രൂപയോ? ആ 10 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാം. എത്ര പേരെ തൊഴണം, എത്ര പേരെ. മര്യാദക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം. ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി. അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല.
എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഇതാരാണ്? ചട്ടന്റെ അദ്ദേഹവും തടിയൊക്കെ നന്നാക്കിയിട്ട് വരുന്ന വരവായിരിക്കും അല്ലേ? ഞാനിപ്പോഴും ഒന്നുമല്ലോ നമ്മളുടെ ഇവിടെ ഉണ്ടോ മാളവി? നമ്മളുടെ കണ്ണാടെ നമ്മൾ വീട്ടിൽ ചെന്നാലേ നമ്മളുടെ ഭാര്യ ആദ്യം ചോദിക്കണത് കണ്ണാട എവിടെയെന്നാ. അല്ല, അപ്പോഴേക്കും വേറെ ആള് കയറി കളിഞ്ഞോ? സാറ് കണ്ടോ നമ്മളുടെ കണ്ണാട? ഇല്ല, സാറ് കണ്ട് കാണത്തില്ല. മാലതി, നമ്മളുടെ ഇരിക്കുന്നത് നമ്മളുടെ കണ്ണട. ഇത് വെച്ചാല് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സായി കാണാം. മാലു, മാലതി, നേരത്തെ നമ്മുടെ കണ്ണട പോയി, ഇപ്പൊ നമ്മുടെ കണ്ണും പോയി. മാലതി, നമ്മളെ ഒന്ന് പുറത്ത് വിട്ടു തരാമോ? സാറിന്റെ കൈ മേത്ത് വീണാലേ തടി കേടുവരും. എന്താ അയാളെ തല്ലിതെന്തിനാ? എനിക്ക് ദേഷ്യം വന്നു, ഞാൻ തല്ലി. തനിക്ക് എന്താണ് ഇത്ര ദേഷ്യം? എടോ, തനിക്ക് ദേഷ്യം വരേണ്ട കാരണം? എനിക്കും അതാ മനസ്സിലാകത്തത്. അതൊക്കെ പോട്ടെ, നിന്റെ ചുമ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവില്ലല്ലേ? ഞാൻ സിനിമ കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിന്റെ ചുമയെ കുറിച്ച് എനിക്ക് ഓർമ്മ. നേരെ മരുന്നുകടെ പോയി ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത്. കഴിച്ചു നോക്കി, ചുമ ഇപ്പം നിൽക്കും. ആ സിനിമയിൽ അവർ കാണിച്ചതാ, ഇപ്പം നിൽക്കും. കഴിക്കും. ഇതിനെന്ത് കൊടുത്തു? നീ എന്തിനാ അറിയില്ലേ? കാശൊന്നും ഞാൻ വാങ്ങിക്കില്ല. സിനിമയിൽ മരുന്ന് കഴിച്ചോണ്ട് ബ്രേക്ക് ഔട്ട് കുറച്ചോന്നാണല്ലോ. എടോ, സത്യം പറ, കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ടല്ലേ താൻ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? കണ്ണാടിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ, വായിക്കാൻ അറിഞ്ഞൂടെ? അറിയാൻ വയ്യാത്തോണ്ടല്ലേ ചോദിച്ചത്. അയ്യേ, പഠിച്ചിട്ടില്ലേ? എന്റെ തൊഴിലിന് പഠിപ്പിന്റെ ആവശ്യമേ ഇല്ല. എന്നിട്ട് പോലും ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചതാ. നാണമില്ലല്ലോ തനിക്ക്? ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുമായിരുന്നു. ആ, പഠിച്ചില്ലെങ്കിൽ ഇപ്പോഴെന്താ? അതുകൊണ്ടായിരിക്കും തനിക്കൊരു നല്ല മനസ്സ് ദൈവം തന്നത്. പോസ്റ്റ്മാൻ ആണെന്ന് തോന്നുന്നു. ഓ, ഞാൻ പോകുന്നു. മരുന്ന് കഴിക്കാൻ മറക്കണ്ട. മറിയേ, നിന്നെ ഞാൻ എവിടെയെല്ലാം